ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. യോഗത്തിൽ പങ്കെടുത്ത BJP ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം തേടുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശം നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടു. അഴിമതിരഹിതവും ജനപക്ഷപരവുമായ ഭരണ സംവിധാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വിവിധ വകുപ്പുകളിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണതലത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് രാജ്ഭവൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം രാജ്ഭവൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 5. അതേസമയം സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയത് തെറ്റാണെന്ന് മന്ത്രി R. ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. ഈ മാസം 14 വോട്ടെണ്ണൽ. നിർമ്മിത ബുദ്ധിയുടെ സുരക്ഷിതവും ഉത്തരവാദിത്തപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ AI ഗവേണൻസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി IT മന്ത്രാലയം. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും സുതാര്യമായ AI പരീക്ഷണാന്തരീക്ഷം ഒരുക്കുകയുമാണ് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് സാനിറ്ററി മാലിന്യങ്ങൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യാനുള്ള പ്ലാന്റുകൾ 6 മാസത്തിനകം പൂർത്തിയാകുമെന്നും ഇതുൾപ്പെടെ കൂടുതൽ പദ്ധതികൾ വൈകാതെ നിലവിൽ വരുമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ പോളിസിയും സ്റ്റാഫ് റൂൾ സംബന്ധിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിശദമായ പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് മറ്റന്നാൾ പാലക്കാട് തുടക്കമാകും. മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 8500-ലധികം ശാസ്ത്ര പ്രതിഭകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT, പ്രവൃത്തി പരിചയം, VHSC എക്സ്പോ എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കും. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ ഊർജിതമാക്കി. ഈ മാസം 14, 15, 16 തീയതികളിൽ നടക്കുന്ന പ്രധാന രഥപ്രയാണത്തിന് മുന്നോടിയായി സുരക്ഷയും ക്രമീകരണങ്ങളും ഉറപ്പാക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് ചുമതല നൽകി ജില്ലാ കലക്ടർ ഉത്തരവിറക്കി. വെള്ളൂർ HNL സംസ്ഥാനം ഏറ്റെടുത്ത് പുതുതായി രൂപം നൽകിയ KPPL-ലെ എല്ലാ കരാർ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 181 കരാർ ജീവനക്കാർക്കാണ് KPPL-ൽ സ്ഥിര നിയമനം നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്ന് കേരള ഹൈക്കോടതി. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കുമായി ബന്ധപ്പെട്ട് 1980-ലെ അഴിമതി നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാണോ എന്ന് പരിശോധിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു. ഡിസംബർ 9 കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. AIFF സൂപ്പർ കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് സിയിൽ മുഹമ്മദൻ FC-ക്കെതിരെ ഗോകുലം കേരളയ്ക്ക് ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഗോകുലത്തിന്റെ ജയം. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിൽ 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കും. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.